സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സർക്കാർ നടത്തിയ ക്ഷേമപ്രവർത്തനങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തുന്നതിൽ തെറ്റെന്താണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. സർവേക്ക് 20 കോടി രൂപയുടെ ചെലവിടുന്നത് സംബന്ധിച്ച് സംസ്ഥാനം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സ്റ്റേ നീക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ക്ഷേമ പദ്ധതികൾ എങ്ങനെ നടക്കുന്നുവെന്നറിയാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ടെന്ന് കൂടി നിരീക്ഷിച്ചുകൊണ്ടാണ് നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. കേസിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു. സർക്കാരിന്റെ അപ്പീൽ ഏപ്രിൽ 13 വീണ്ടും പരിഗണിക്കുന്ന സുപ്രീം കോടതി സർവേക്കായി ചെലവിടുന്ന 20 കോടി രൂപയുടെ വിനിയോഗം സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനാ പ്രശ്നങ്ങളും സുപ്രീം കോടതി വിധിയുടെ ലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാനം ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചത്. നവകേരള സർവേ CPIM-ന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്നും സ്റ്റേ നീക്കിക്കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുമാണ് പ്രതിപക്ഷ നിലപാട്. ഹൈക്കോടതി വിധി വളരെ കൃത്യമാണ്. അത് ഞങ്ങൾ ഹാജരായി ഞങ്ങൾ ആ സ്റ്റേ പിൻവലിപ്പിക്കും. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് സർക്കാർ നവകേരള സർവേ തുടങ്ങിയത്. സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് വലിയ ആശ്വാസമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.